ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇവിടെ. കളക്ടറാണ് കൂടെ സൈക്കിൾ ചവിട്ടുന്നത്. സൈക്ലേഴ്സ് തൃശ്ശൂരിൻ്റെ ഒരു ഭാഗമാണ്. എക്സൈസ് കമ്മീഷൻ നമ്മുടെ കൂടെയുണ്ട്. എന്തൊക്കെയാണ് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ ഇത്രയും വലിയൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാനും ഉണ്ടായൊരു കാരണം ഒന്ന് ക്വിക്കായിട്ട് ചോദിച്ചിട്ട് വരാം. കേരളം മുഴുവൻ ലഹരി ആസക്തിക്കെതിരെ, ലഹരി ഉപയോഗത്തിനെതിരെ വ്യാപകമായ ഒരു യജ്ഞം, ഒരു യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പരിപാടികൾ ലഹരിക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വിമുക്തി പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഒരുപോലെ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സൈക്ലേഴ്സ് തൃശ്ശൂർ ടീം ലഹരിക്കെതിരെ സൈക്ലോത്തോൺ എന്നൊരു മുദ്രാവാക്യവുമായിട്ട് പൊന്നിയൂർക്കുളത്ത് നിന്ന് കൊടുങ്ങല്ലൂർ വരെയുള്ള ഒരു 61 കിലോമീറ്റർ നീണ്ട യാത്ര സജ്ജമാക്കിയിരിക്കുന്നത്. ഈ സമയത്ത് ലഹരിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കുന്നത് മഹത്തായ സാമൂഹ്യ സേവനമായിട്ടാണ് ഗവൺമെൻറ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ സൈക്ലോത്തോണിന് സൈക്ലേഴ്സ് തൃശ്ശൂർ ക്ലബിന് എക്സൈസ് വകുപ്പിൻ്റെ എല്ലാവിധ ആശംസകളും സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. നിങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവിന് ഗവൺമെന്റിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം. സൈക്ലേഴ്സ് തൃശ്ശൂർ ഇതിന് വരാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ കൂടുതലും ചെറുപ്പക്കാര്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കുറെ ഉണ്ട് ഞങ്ങളുടെ ഈ ക്ലബ്ബിൽ. അപ്പോൾ വിദ്യാർത്ഥികളെ ശരിക്കും ഈ ഡ്രഗ്സ് മാഫിയൊക്കെ ശരിക്കും കേന്ദ്രീകരിക്കും. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ബോധവൽക്കരണം നടത്താൻ ഞങ്ങൾ തന്നെ ഇറങ്ങുമ്പോൾ ഒന്നും കൂടിയും നമുക്ക് തീർച്ചയായും ഇപ്പോൾ എൻ്റെ മോനടക്കം ഇപ്പോൾ ഈ ഇതിലുണ്ട്, സൈക്കിൾ ചവിട്ടുണ്ട്. അവരൊക്കെ അവര് ഈ +2 പഠിക്കുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ അവർ വഴി നമുക്ക് ശരിക്കും ഇതിന്റെ വേരിലേക്ക് എത്തിച്ചെല്ലാനും നമുക്കിത് ബോധവൽക്കരണത്തിലൂടെ എന്തായാലും ജനങ്ങളെ ശരിക്കും മാറ്റാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു പബ്ലിസിറ്റി പാർട്ട്ണറും ഇത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രചാരം. കാരണം ഇപ്പോൾ യുവാക്കളൊക്കെ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന സോഷ്യൽ മീഡിയ വഴിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സപ്പോർട്ടിലൂടെ മാക്സിമം സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നൽകാൻ സഹായിച്ച IFA ഫൈസൽ ജിയെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങളൊരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. നമുക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയോടെ കുട്ടികളുടെ എനർജീനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവരോട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യും. പക്ഷെ അവരെ ഇങ്ങനെയുള്ള സൈക്ലിംഗ് പോലുള്ള സ്പോർട്സ് ഐറ്റംസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവരെ നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഏകദേശം 63 കിലോമീറ്ററോളം നീണ്ടിരിക്കുന്ന സൈക്ലിംഗ് ആണ് ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ഹെൽത്തി ലൈഫ്. സ്പോർട്സാണ് ലഹരി എന്നുള്ളൊരു തീമിലാണ് നമ്മൾ ഇന്നത്തെ ഈ സൈക്ലത്തോൺ നടത്തുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന 50ഓളം സൈക്ലേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. സൈക്ലേഴ്സ് തൃശ്ശൂരിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. കൂടാതെ വിമുക്തിൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ജില്ലാ ഭരണകൂടവും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഈ ഒരു പ്രോഗ്രാമിലൂടെ സ്പോർട്സിൻ്റെ ഒരു അവയർനെസ് കൊടുക്കുക, ഡ്രഗ്സിനെ മറ്റ് ആക്ടിവിറ്റീസിലോട്ട് ഡൈവേർട്ട് ചെയ്യാവുന്ന ഒരു ലക്ഷ്യമാണ് പ്രധാനമായിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മൾ ഇന്നത്തെ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, ലഹരിയാണ്. അതിലെ സമൂഹത്തിൽ ഒരു അവയർനെസ് നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ഒരു കൂട്ടായ്മയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്നുചേരാം. ലഹരി മുക്ത തൃശ്ശൂരിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നമുക്ക് ചേരാം. സൈക്ലേഴ്സ് തൃശ്ശൂരിൻ്റെ ഒരു അഭിമാന നിമിഷമാണ്. പുന്നൂർക്കുളം തൊട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ വരെ 60 കിലോമീറ്റർ കളക്ടറും കൂടെ ചവിട്ടുന്നുണ്ട്. സാറൊരു യൂത്താണ്, ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് അറിയാം. പക്ഷേ ഇങ്ങനെയാണ് ഒരു 63 കിലോമീറ്റർ ത്രൂ ഔട്ട്. സാധാരണ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ ഒന്ന് തിരക്കിലുണ്ടാവാം, രണ്ടാമത് വേറെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ഇത്ര ദൂരം സൈക്കിൾ ഔട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെ ഇത്രയും ലോങ് സൈക്കിൾ ഔട്ടാന്ന് ഡിസിഷൻ എടുക്കാൻ? ഞാൻ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി രാവിലെ ഒരു ½ an hour ചെയ്യാമെന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമാണ്. കാരണം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ മറ്റു കാര്യങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ ദിവസവും ആ ഒരു ചെയ്യുന്ന ശീലത്തിലോട്ട് നമ്മൾ മാറും. ഡോക്ടർ സുരേഷ് ഗോപാലൻ ഓർത്തോപെഡിക് സർജൻ. ഓക്കെ. സൈക്കിളിലാണ് ജോലിക്ക് പോകാറ് അല്ലേ? വളരെ സന്തോഷം. ഇപ്പോൾ 63 കിലോമീറ്റർ സൈക്കിളോട്ടുള്ള പരിപാടിയാണ്. ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ കൂടെ ഒരു സൈക്ലിംഗ് യാത്ര നടത്തിയിരിക്കുകയാണ്. അത് സൈക്ലേഴ്സ് തൃശ്ശൂരിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ജില്ലാ ഭരണകൂടം അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് എല്ലാവരുമായിട്ട് സഹകരിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെയും കൂടി ഭാഗമായിരുന്നു ഈ സൈക്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സേ നോ ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. സൈക്ലിംഗ് ആണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് ഈ ഒരു യാത്ര ഇന്ന് സംഘടിപ്പിച്ചത്.
63 കിലോമീറ്റർ ഒരു ജില്ലാ കളക്ടർ സൈക്ലിംഗ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കമ്മീഷണർ അടക്കമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാടിനെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഈ ലഹരി എന്ന അതായത് ലഹരി എന്ന് വെച്ചാൽ ഇപ്പോൾ സിന്തറ്റിക് ലഹരിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അത് ഒരുപാട് ആളുകൾക്ക് വളരെയധികം പടർന്നു കയറുന്ന ഒരവസ്ഥയാണുള്ളത്. അതിനെതിരെയാണ് സൈക്കിൾ തൃശ്ശൂരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഈ ഒരു പോരാട്ടം. നമുക്ക് എല്ലാവർക്കും അതിന് സപ്പോർട്ട് കൊടുക്കാം. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കമൻറ്റായി രേഖപ്പെടുത്തിയാൽ വളരെ സന്തോഷം. എന്തായാലും ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു.